ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ദുഃഖശനിയാഴ്ച. ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായുള്ള നൊവേന 2-ാം ദിവസം. ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെയാണ് യേശുവിൻ്റെ കരുണയുടെ തിരുഹൃദയത്തിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. 2-ാം ദിവസം. ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ പക്കൽ കൊണ്ടുവരികയും ആഴമേറിയ എൻ്റെ കരുണക്കടലിൽ അവരെയെല്ലാം മുക്കിയെടുക്കുകയും ചെയ്യുക. അവരാണ് എൻ്റെ അതികഠിനമായ വേദനകൾ സഹിക്കുന്നതിനുള്ള ശക്തി പകർന്നു തന്നത്. കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യുന്ന പ്രകാരം അവരിലൂടെ എൻ്റെ കരുണ മനുഷ്യവർഗത്തിന് മുഴുവനും ഒഴുക്കിക്കൊടുക്കുന്നു. എത്രയും ദയാപരനായ യേശുവേ, സകല നന്മകളുടെയും ഉറവിടമേ, ജീവകാരുണ്യ പ്രവൃത്തികൾ അനുഷ്ഠിക്കാനുള്ള അനുഗ്രഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ട് കരുണയുടെ പിതാവിനെ സ്തുതിക്കുമാറാകട്ടെ. നിത്യപിതാവേ, അവിടുത്തെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും അർപ്പണ ജീവിതക്കാരുടെയും സമൂഹത്തിന്മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ. അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങളുടെ ശക്തിയാൽ അവരെ സമ്പന്നരാക്കണമേ. അങ്ങയുടെ പുത്രൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ ആവരണം ചെയ്യപ്പെട്ട അവരിലേക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും ചൊരിയണമേ. അതുവഴി അവർ മറ്റുള്ളവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുകയും ഏകസ്വരത്തിൽ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ അനവരതം പാടി സ്തുതിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ദൈവകരുണയുടെ ലുത്തിനിയ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തിൻ്റെ വിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിൻ്റെ മടിയിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് അളക്കാനാകാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായ മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.
അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തിൻ്റെ തീയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിനപാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ കരവേലകളെയെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെയെല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിൻ്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓ അഗ്രാഹ്യമായ അളവറ്റ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിൻ്റെ കരുണയെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. സമാപന പ്രാർത്ഥന. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അനന്തകാരുണ്യത്തിൻ്റെ ഉറവിടമേ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ശക്തരാക്കണമേ. എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകരുണയുടെ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. കരുണയുടെ ചിത്രം വെഞ്ചരിക്കപ്പെടണം, പരസ്യമായി വണങ്ങപ്പെടണം. വൈദികർ യേശുവിന് പാപികളോടുള്ള കരുണയെപ്പറ്റി സംസാരിക്കണം. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. തിരുനാൾ ആഘോഷിക്കാൻ ദുഃഖവെള്ളിയാഴ്ച മുതൽ കരുണയുടെ നൊവേന ചൊല്ലണം. ഏറ്റവും അനുതാപമുള്ള ഹൃദയത്തോടെ ഈശോയുടെ അടുക്കൽ വരണം. എല്ലാ പാപങ്ങളും ഓർത്ത് അനുതപിക്കണം. എല്ലാവരുമായി രമ്യതപ്പെടണം. ഈശോയുടെ കരുണയിൽ പൂർണ്ണമായും ആശ്രയിക്കണം. കരുണയുടെ തിരുനാളിൽ കുമ്പസാരം സ്വീകരിക്കണം. അന്നേ ദിവസം കഴിയുന്നില്ലെങ്കിൽ തിരുനാളിന് മുമ്പോ ശേഷമോ ഉള്ള ഏറ്റവും അടുത്ത ദിവസം കരുണയുടെ പ്രവൃത്തികൾ ചെയ്യണം. ദൈവകരുണയുടെ ജപമാല ചൊല്ലണം. കരുണയുടെ തിരുനാൾ ആഘോഷത്തെ ഒരു വിശ്വാസിയുടെ രണ്ടാം മാമോദീസ എന്നാണ് റവറൻഡ് ഡോക്ടർ ഇഗ്നാസി റോസിക്ക് വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പാപങ്ങളുടെയും ശിക്ഷകളുടെയും കടങ്ങൾ സമ്പൂർണ്ണമായി ഇളച്ചു കിട്ടുന്നത് മാമോദീസായുടെ ഔദ്യോഗിക വരപ്രസാദത്താൽ മാത്രമാണ്. കരുണയുടെ തിരുനാൾ ആഘോഷത്തിന് ഈശോ വാഗ്ദാനം ചെയ്യുന്നത് പൂർണ്ണമായ പാപമോചനവും ശിക്ഷകളിൽ നിന്നുള്ള സമ്പൂർണ്ണമായ ഇളവുമാണ്. അതായത് മാമോദീസായുടെ അതേ വരപ്രസാദം. അതുകൊണ്ട് തന്നെ കരുണയുടെ തിരുനാൾ ദിവസത്തെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരു വിശ്വാസിയുടെ രണ്ടാം മാമോദീസ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഈ പഠനത്തെ വിശ്വാസത്തിൻ്റെ സംഘവും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അംഗീകരിച്ചിട്ടുള്ളതാണ്. 2002 ജൂൺ 29 റോമിലെ അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി പുറപ്പെടുവിച്ച ഡിക്രി പ്രകാരം ദൈവകരുണയുടെ തിരുനാൾ ആഘോഷത്തിന് താഴെ പറയുന്ന രീതിയിലാണ് ഇടവക വൈദികർ തൻ്റെ ജനത്തെ ഒരുക്കേണ്ടത്. 1. തിരുനാളിനെക്കുറിച്ച് വൈദികർ മുൻകൂട്ടി ജനത്തെ അറിയിക്കണം. 2. കുമ്പസാരം കേൾക്കണം. 3. പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കണം. 4. ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് കരുണയുടെ പ്രവൃത്തികൾ അന്നേ ദിവസം ചെയ്യാൻ ജനത്തെ ക്ഷണിക്കണം. ഈശോ
വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞു, എൻ്റെ മകളെ, കരുണയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ നിന്നാൽ കഴിയും വിധം സഹകരിക്കുക. നിൻ്റെ കുറവുകൾ ഞാൻ പരിഹരിച്ചുകൊള്ളാം. ക്ലേശിക്കുന്ന മനുഷ്യകുലത്തോട് എൻ്റെ കരുണാർദ്ര ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കാൻ പറയുക. ഞാനതിന് സമാധാനം കൊണ്ട് നിറയ്ക്കാം. ഈശോ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു, അന്ത്യവിധിയുടെ മാനദണ്ഡം കരുണയുടെ പ്രവൃത്തികളാണ്, അതായത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. കരുണ കാണിക്കാത്തവൻ കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല. 3 വിധത്തിൽ കരുണ അഭ്യസിക്കണമെന്നാണ് ഈശോ വിശുദ്ധയോട് കൽപ്പിക്കുന്നത്. 1. എല്ലാ തരത്തിലുമുള്ള കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക. 2. കരുണയുടെ വാക്കുകൾ പറയുക, ക്ഷമിച്ചുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടും. 3. വാക്കാലും പ്രവൃത്തിയാലും കരുണ കാണിക്കാൻ സാധിക്കാത്തപ്പോൾ പ്രാർത്ഥനയിലൂടെ കരുണ കാണിക്കാൻ കഴിയണം. തിരുസഭയുടെ പഠനപ്രകാരം 2 വിധം കാരുണ്യപ്രവൃത്തികളുണ്ട്. 1. ആത്മീയമായവ. ആത്മീയമായ കരുണപ്രവൃത്തികളിൽ പെടുന്നതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക, സംശയമുള്ളവരുടെ സംശയം തീർക്കുക, ദുഃഖിതരെ ആശ്വസിപ്പിക്കുക, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക, ഉപദ്രവങ്ങൾ ക്ഷമിക്കുക, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുക, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ശാരീരികമായ കരുണയുടെ പ്രവൃത്തികളാണ് വിശക്കുന്നതിന് ഭക്ഷണം നൽകുക, ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക, അവശരെ സഹായിക്കുക, മരിച്ചവരെ അടക്കുക. പ്രകൃതി സംരക്ഷണവും ഒരു കാരുണ്യ പ്രവൃത്തിയാണ്, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്നു. അതുപോലെ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്നത് ഈശോയ്ക്ക് വളരെ പ്രിയങ്കരമാണെന്ന്. അതുപോലെ കരുണയുടെ കൃപകൾ ഒരേയൊരു പാത്രം ഉപയോഗിച്ച് മാത്രമേ കോരിയെടുക്കാൻ കഴിയൂ. ആ പാത്രമാണ് ശരണം. ഒരാത്മാവ് എത്രയധികം ശരണപ്പെടുന്നുവോ അത്രയധികം കരുണ അതിന് ലഭിക്കും. പരിധിയില്ലാതെ ശരണപ്പെടുന്ന ആത്മാക്കൾക്ക് പരിധിയില്ലാതെ കരുണ കിട്ടും. അപ്പോൾ കരുണ കോരിയെടുക്കുന്ന പാത്രം ശരണമാണെന്ന് ഓർക്കണം. ദൈവത്തിലുള്ള ഈശോയുടെ കരുണയിലുള്ള ശരണം, ഈശോയുടെ കരുണയിലുള്ള വിശ്വാസം. എത്ര വലിയ പാപിയാണെങ്കിലും യഥാർത്ഥ അനുതാപത്തോടുകൂടി തിരിച്ചു ചെന്നാൽ കർത്താവ് ഒരൊറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തുടച്ചു നീക്കും. അതുപോലെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ അന്ന് യഥാർത്ഥ മനസ്താപത്തോടെ ഈ ദണ്ഡവിമോചനത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും പൂർത്തിയാക്കിയാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. എന്നാൽ ചെറുപാപങ്ങൾ, ലഘുപാപങ്ങൾ പോലും ഇല്ലാതിരിക്കണം എന്നത് ഓർമ്മ വേണം. ലഘുപാപങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഭാഗിക ദണ്ഡവിമോചനമായി മാറും. എങ്കിലും ഈ ദണ്ഡവിമോചനത്തിൽ കർത്താവിൻ്റെ നീതിക്കനുസരിച്ച്, നമ്മുടെ ശരണമനുസരിച്ച്, നമ്മുടെ കാരുണ്യപ്രവർത്തികൾക്കനുസരിച്ച് കർത്താവ് നമുക്ക് ദണ്ഡവിമോചനം തരും. പ്രിയ സഹോദരങ്ങളെ, കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം നമുക്ക്. ഈ തിരുനാൾ വചനാധിഷ്ഠിതമാണ്. കരുണയുടെ തിരുനാളിൽ ആഘോഷപൂർവ്വം വെഞ്ചരിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും വേണമെന്ന് ഈശോ ആവശ്യപ്പെട്ട ചിത്രം വിശുദ്ധ തോമാസ് ശ്ലീഹായെ തൻ്റെ വിലാവിലേക്ക് നോക്കാൻ ക്ഷണിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ ദൈവകരുണയുടെ ചിത്രം പുതു ഞായറാഴ്ച വെഞ്ചരിക്കപ്പെടുകയും പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുമ്പോൾ 2000 വർഷം മുമ്പ് നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹ തൻ്റെ തിരുവിലാവിലെ മുറിവിൽ നോക്കി തന്നെ ആരാധിച്ചതുപോലെ തൻ്റെ തിരുവിലാവിലെ മുറിവിലേക്ക് നോക്കാനാണ് ഈശോ ലോകത്തെ ക്ഷണിക്കുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹായെ ദൈവകരുണ ആലിംഗനം ചെയ്ത പുണ്യ ദിവസത്തെ സാർവത്രിക സഭ ദൈവകരുണയുടെ തിരുനാളായി ഉയർത്തിയിരിക്കുന്നു. നമുക്ക് ഓർക്കാം, ദൈവകരുണയുടെ തിരുനാൾ ദിവസം നഷ്ടമാക്കാതെ അത് കോരിയെടുക്കുന്ന പാത്രം എത്രത്തോളം ഉണ്ടോ വലിപ്പം, അത്രത്തോളം കരുണ നമുക്ക് കിട്ടും. അതുപോലെ വൈദികർ ഇത് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം എന്ന ഈശോയുടെ ആഗ്രഹം നമുക്ക് ഓർക്കാം. എങ്ങനെയൊക്കെ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയെ പരിചയപ്പെടുത്താമോ അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ കരുണയെ പരിചയപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കർത്താവ് തന്നെ ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞു, അവസാനത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കരുണയുടെ
തിരുനാൾ വരിക. ലോകാവസാനത്തിൻ്റെ മുന്നോടിയായിട്ട് കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കാൻ വെച്ചു നീട്ടുന്ന വലിയ ഓഫറാണ് ദൈവകരുണയുടെ തിരുനാൾ. അതിന് ഏറ്റവും അധികം നാം ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞതുപോലെ എല്ലാവരുമായി രമ്യതയിലായിരിക്കുക, എല്ലാവരുടെയും ദ്രോഹങ്ങൾ ക്ഷമിക്കുക, ലഘുപാപം പോലും ഇല്ലാതെ മുഴുവൻ വരപ്രസാദ അവസ്ഥയിലായിരിക്കാൻ ശ്രദ്ധിക്കുക, കാരുണ്യപ്രവർത്തികൾ ചെയ്യുക, കരുണയുടെ ജപമാല ചൊല്ലുക, ദൈവകരുണയുടെ ചിത്രം വെച്ച് ആരാധിക്കുക, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ട് അതാത് ദിവസത്തെ നൊവേനകളിൽ പറയുന്ന ആ മനുഷ്യകുലത്തിന് വേണ്ടി നമുക്ക് ദൈവകരുണയുടെ ജപമാല ചൊല്ലി കാഴ്ചവെക്കാം. ഇന്ന് 2-ാം ദിവസം വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം കാഴ്ചവെക്കേണ്ടത്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന കാര്യങ്ങളാണ്. അത് നോമ്പുകാലവുമായി ബന്ധപ്പെട്ടത് ഒരിക്കൽ കൂടെ ഓർമ്മയിൽ കൊണ്ടുവരാം. വിശുദ്ധ കുരിശിൻ്റെ വഴി നടത്തുക, അരമണിക്കൂറെങ്കിലും യേശുവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി വായിച്ച് ധ്യാനിക്കുക, വലിയ നോമ്പിലെ വെള്ളിയാഴ്ച കുരിശ് രൂപത്തിൻ്റെ മുമ്പിൽ ജപം ചൊല്ലുക, പെസഹ വ്യാഴാഴ്ച കൊല്ലൻ ബഷ്നെ എന്ന ഗീതം ആലപിക്കുക. എന്താണ് ഈ കൊല്ലൻ ബഷ്നെ? വാഴ്വിൻ്റെ സമയത്ത് പാടുന്ന ഗാനമാണത്. സ്വർഗത്തിൽ നിന്നാഗതമാം ആ പാട്ടാണ് കൊല്ലൻ ബഷ്നെ. ദുഃഖവെള്ളിയാഴ്ച ആരാധനക്രമപ്രകാരം കുരിശിൻ്റെ ആരാധനയിൽ പങ്കെടുത്ത് കുരിശ് ചുംബിക്കുക. ദുഃഖ ശനിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് ജ്ഞാനസ്നാന വാഗ്ദാനം നവീകരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്നേയുള്ളൂ. ദുഃഖ ശനിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ കിട്ടുന്ന ദണ്ഡവിമോചനങ്ങൾ നമ്മൾ മുൻപ് കണ്ടതാണ്. എങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.